സുവിശേഷ പ്രഘോഷണ മേഖലയിൽ കേരളത്തിനകത്തും പുറത്തും എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങളിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം. നവീകരണ ശുശ്രൂഷ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും സുപരിചിതനായ വ്യക്തിയാണല്ലോ ബ്രദർ ജെയിംസ് കുട്ടി ചമ്പക്കുളം. ഷെക്കേന ടെലിവിഷൻ്റെ തീപിടിച്ചവർ എന്ന ശുശ്രൂഷയിൽ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് ബ്രദർ നമ്മോടൊപ്പം ഉണ്ട്. ബ്രദറെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഈ അധികം പേര് തിരഞ്ഞെടുക്കാത്ത വചനപ്രഘോഷണ മേഖല ഏതാണ്ട് 30-35 വർഷങ്ങൾക്ക് മുമ്പ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതായത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ദൈവത്തിൽ അത്ര വലിയ വിശ്വാസമില്ല, ആത്മീയ കാര്യങ്ങളോട് വലിയ താല്പര്യമൊന്നുമില്ലാതെ നടന്ന സമയത്ത് ഞാൻ ജനിച്ചു വളർന്നത് കുട്ടനാട്ടിൽ ചമ്പക്കുളം എന്ന സ്ഥലത്താണ്. കുട്ടനാട്ടിലെ ചമ്പക്കുളമാണ്, അതാണ് പേരിനോട് ചേർന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടുപേരല്ല. എന്നെ അറിയപ്പെടുന്നത് ജെയിംസ് കുട്ടി ചമ്പക്കുളം എന്ന് പറയാൻ കാരണം അന്ന് ജെയിംസ് കുട്ടിമാർ കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ ചമ്പക്കുളം കുട്ടനാട്ടിൽ നിന്ന് വന്ന ആൾ ഞാനായതുകൊണ്ട് എന്നെ ചമ്പക്കുളം ജെയിംസ് കുട്ടി എന്ന് തിരിച്ചറിയാൻ വേണ്ടി വിളിച്ച് ഇപ്പോൾ ആ പേര് അങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ ചമ്പക്കുളം പള്ളി സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് അന്നൊരു 10,000 കുടുംബങ്ങളുള്ള പള്ളിയാണ്. ഇന്നത് ബസിലിക്കയാണ്. അപ്പോൾ അവിടെ 3 കൊച്ചച്ചന്മാരും ഒരു വികാരിയും ഉള്ള വലിയൊരു പള്ളിയാണ്. അപ്പോൾ അവിടെ ഒരു കൊച്ചച്ചൻ പുത്തൻകുർബാനയിൽ ആദ്യമായിട്ട് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് യുവജനങ്ങളുടെ ചാർജാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, അദ്ദേഹം സെമിനാരിൽ എവിടെ വെച്ചു ഇങ്ങനെ ഒരു ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരെയെല്ലാം ഒരു ധ്യാനം കൂടിച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്, അവരെ ആത്മീയതയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാൽ അനുസരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു ധ്യാനം സംഘടിപ്പിച്ചു. ആ ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ ഈ കൊച്ചച്ചൻ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. ഞാൻ പല കാരണങ്ങളും പറഞ്ഞ് ഒഴിവായി. വെറുതെ. എത്ര വയസ്സ് പ്രായമുണ്ട് അന്ന്? എനിക്കൊന്ന് 30 വയസ്സിന് താഴെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഏതായാലും 26, 25, 26 വയസ്സ് കാണുമായിരിക്കും, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഏതായാലും കൊള്ളാം. അന്ന് ഈ അച്ഛൻ ഒത്തിരി നിർബന്ധിച്ചു. അച്ഛനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാനത് സമ്മതിച്ചു. നമുക്ക് ഇഷ്ടമുള്ളവർ പറയുമ്പം ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തെന്നിരിക്കും. അപ്പോൾ ഞാൻ വെറുതെയാണെന്ന് പറഞ്ഞാൽ ധ്യാനത്തിന് പങ്കെടുക്കാൻ സമ്മതിച്ചു. 5 ദിവസം. അന്ന് എനിക്കൊന്നും ധ്യാന കേന്ദ്രങ്ങളൊന്നും ആയിട്ടില്ല, ഡിവൈൻ പോട്ട അല്ലെങ്കിൽ മറ്റ് സെൻറ്ററുകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ധ്യാനിപ്പിക്കാൻ വന്നിരിക്കുന്നത് ഒരു വക്കീലാണ്, അഡ്വക്കേറ്റ് A.M. മാത്യു സാറ്. അപ്പോൾ അന്ന് അദ്ദേഹം വന്നിരിക്കുന്നത് ഒരു പ്രത്യേക വേഷം ധരിച്ചിട്ടാണ്. ഒരു കാവി മുണ്ടും ഒരു കാവി തോർത്ത് പോലെ ഒരെണ്ണം പുതച്ചിരിക്കുക, ഷർട്ടൊന്നുമില്ല. പിന്നീടാണ് അദ്ദേഹം കാവി മുണ്ടും ഒരു ജുബയിടാൻ തുടങ്ങിയത്. പിന്നെ അച്ഛൻ എബ്രാഹിം പള്ളിവാതിക്കൽ അച്ഛൻ, അദ്ദേഹം KSTയുടെ ചെയർമാനായിരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ പള്ളിയിൽ ബെഞ്ചിട്ടിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇങ്ങനെ കുറച്ച് പേരെ. അപ്പോൾ ഈ ധ്യാനം സംഘടിപ്പിച്ച അച്ഛന് എന്നെ എങ്ങനെയെങ്കിലും ഒരു ആത്മീയതയിൽ കൊണ്ടുവരാൻ ഒരു താല്പര്യമുണ്ട്. അച്ഛൻ്റെ പേര് ഫാദർ ജോൺ വി തടത്തിൽ, ചങ്ങനാശ്ശേരി രൂപതയിലെ അച്ഛനാണ്. അച്ഛന് അന്ന് അങ്ങനെ പ്രത്യേക ഒരു താല്പര്യം തോന്നാനുള്ള കാരണം എന്തായിരുന്നു? അച്ഛൻ എന്നോട് യേശുവിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എതിർത്ത് സംസാരിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വെറുതെയാണെന്ന് പറയുമായിരുന്നു. ദൈവത്തിൽ അത്ര വിശ്വാസമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എന്തായാലും കൊള്ളാം. അച്ഛൻ പിന്നീട് ചങ്ങനാശ്ശേരി രൂപതയുടെ വികാരിയുള്ള ആളായി. ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി തന്നെ കുറുമ്പനാടം എന്ന സ്ഥലത്ത് വികാരിയാണ്. അച്ഛൻ്റെ ജൂബിലി ആയിരുന്നു 50 വർഷം. അപ്പോൾ അച്ഛനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുഖ്യ പ്രഭാഷണം എന്നെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അച്ഛന് വലിയ സന്തോഷമായിരുന്നു. അപ്പം അന്ന് അങ്ങനെ ആ ഒരു ധ്യാനത്തിലുണ്ടായ അനുഭവം എന്തായിരുന്നു? ആ ധ്യാനത്തിൽ ആദ്യത്തെ 3-4 ദിവസം ഇരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് താല്പര്യം തോന്നിയില്ല. കാരണം ഈ പറയുന്നതെല്ലാം ബൈബിൾ വചനമാണ്. പറയുന്നത് ഇങ്ങനെയാണ്: മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇന്നത് പറഞ്ഞിരിക്കുന്നു, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഇന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഓർത്ത്, ഇവർ പറഞ്ഞില്ലെങ്കിലും അത് അവിടെ ഉണ്ടല്ലോ, പിന്നെ അവിടെ ഇത് എഴുതിയിട്ടുണ്ട് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ 2-3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയത്തില്ല,
ഭയങ്കര അനുഭവമാകാൻ തുടങ്ങി. ഈ വചനത്തിൽ ആത്മാവും ജീവനും ഉണ്ടേ എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ എനിക്കൊരു 4-ാം ദിവസമായപ്പോൾ കുമ്പസാരിക്കണമെന്നൊക്കെ തോന്നി. അപ്പോൾ കുമ്പസാരിക്കാനൊന്നും ശരിക്കും അറിയത്തില്ലെങ്കിലും കുമ്പസാരിച്ചു. ഇത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിഷയ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എനിക്ക് പ്രത്യേക ഒരു അഭിഷേകം, ഒരു ഭയങ്കര അനുഭവമായിരുന്നു. എനിക്കറിയത്തില്ല, എന്താണെന്നറിയത്തില്ലാത്തൊരു ആത്മീയ സന്തോഷം അങ്ങോട്ട് നിറഞ്ഞിട്ട് ഇതിപ്പോൾ എല്ലാവരോടും പറയണം ഇങ്ങനെ ഒരു അനുഭവം എന്നൊരു ആഗ്രഹം അന്ന് മനസ്സിലുദിച്ചായിരുന്നു. ഈ ആഗ്രഹമായിരിക്കാം പിന്നീട് ഒരു സുവിശേഷ വചന പ്രഘോഷകനാക്കി എന്നെ മാറ്റിയത്. എങ്കിലും അതിനൊരു നിമിത്തം ഉണ്ടായി കാണണമല്ലോ. തുടക്കം എങ്ങനെയായിരുന്നു? തുടക്കം ഞാൻ ഇത് കഴിഞ്ഞ് എൻ്റെ അനുഭവം എനിക്ക് ഭയങ്കര അനുഭവമായി കഴിയുമ്പോൾ ഈ എന്നേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഈ കൊച്ചച്ഛനാണ്. അപ്പോൾ ചില കൊച്ചച്ഛന്മാരുടെ സ്നേഹപൂർവ്വമുള്ള നിർബന്ധങ്ങൾ ഇങ്ങനെയുള്ള ഒത്തിരി ചെറുപ്പക്കാർക്ക് ഒരു നന്മയുടെ വഴിയിലേക്ക് വരാൻ അതൊരു കാരണമായി തീരാം. ശരിയാണ്, വളരെ ശരിയാണ് ബിനോയ്. ഞാൻ ഓർക്കുന്നത് ഇതാണ്, ഈ നമ്മൾ എതിർത്തു പറയുമ്പോഴും നമ്മളെ എതിർക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും ഇവരത് കേട്ടോണ്ടിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ പോയി ചിന്തിക്കും, അച്ഛനൊരു പാവമാണല്ലോ. അപ്പം അച്ഛനോട് നമുക്ക് സ്നേഹം തോന്നും. അപ്പോൾ സ്നേഹം ഉള്ളവർ പറയുന്നത് ഇഷ്ടമില്ലെങ്കിലും ചെയ്യുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇഷ്ടമില്ലാതെ ഈ അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ധ്യാനം കൂടിയത്. പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവുണ്ടാകുന്നത് ഈ അച്ഛൻ മുഖേന തന്നെയാണ്. അതായത് ഞങ്ങളുടെ കുട്ടനാട്ടിൽ തന്നെയുള്ളൊരു സ്ഥലമാണ് കുമരകം എന്ന് പറയും. അവിടെ ബഹുമാനപ്പെട്ട മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ ഒരു ധ്യാനം നടക്കുക. അപ്പം നായിക്കമ്പറമ്പ് അച്ഛനൊക്കെ അന്ന് പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുന്നവരാണ്. ഇവർക്ക് ഈ മഴക്കാലം വരുന്ന സമയത്ത് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കത്തില്ല. അത് ഈ പുറത്തു പരിപാടിയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവർ പള്ളികളിൽ ചെറിയ ധ്യാനങ്ങൾ ഏറ്റെടുക്കും. അത് കരിസ്മാറ്റിക് ധ്യാനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ അത് തന്നെയാണ് താനും. അപ്പോൾ ആ ധ്യാനം നടക്കുമ്പം ഈ കൊച്ചച്ഛൻ്റെ കൂടെ സെമിനാരിലുണ്ടായിരുന്ന അച്ഛൻ, അവിടുത്തെ കൊച്ചച്ഛനാണ്. ആ അച്ഛനോട് എന്നെക്കുറിച്ച് പറഞ്ഞു, ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട്, ഭയങ്കര മനസ്സാന്തരമൊക്കെ ഉണ്ടായതാണ്, അവിടെ വന്നാൽ സാക്ഷ്യം പറയാം. അവർ നായിക്കമ്പറമ്പ് അച്ഛനോട് പറഞ്ഞിട്ട് എന്നോട് അവിടം വരെ എല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ കുമരകത്തെത്തി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് നായിക്കമ്പറമ്പ് അച്ഛനെ കാണുന്നത്. അപ്പോൾ എന്നോട് അന്ന് ധ്യാനത്തിനുണ്ടായ അനുഭവം, ആ സാക്ഷ്യം ഒന്ന് പറയാമോ? അതേത് വർഷമായിരുന്നു ഓർമ്മയുണ്ടോ? അത് ആ വർഷം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പം സാക്ഷ്യം പറയാനോ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് നോക്കിയപ്പോൾ നമുക്കറിയത്തില്ലല്ലോ. പ്രത്യേകിച്ച് സുവിശേഷം എന്ന് പറയുമ്പം നമുക്ക് പേടിയാണ്, എന്താ പറയേണ്ടത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്ന് പേടിക്കാനൊന്നും ഇല്ല, ഈ കാര്യം അന്നുണ്ടായ അനുഭവം നമ്മൾ വർത്തമാനം പറയുന്നതൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ മാറ്റം വരുമ്പോഴത്തേക്ക് ജനത്തിനത് കേൾക്കുമ്പോൾ വലിയ മാറ്റമായിരിക്കും. ഞങ്ങളൊക്കെ 100 പ്രസംഗിക്കുന്ന പ്രയോജനമാണ് അൽമേരായ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ ഒരു സാക്ഷ്യം. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ നമുക്കിങ്ങനെ കത്തി നിൽക്കുകയാണ്, ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്, ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പറയണം, യേശുവിനെക്കുറിച്ച് 10 പേരോട് പറയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ ഒരു 15-20 മിനിറ്റ് കൊണ്ട് എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ആ അച്ഛനെ പുറകെ ഇരുന്ന് കേട്ടു. തിരിച്ചു വന്നിട്ട് നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു പറഞ്ഞു. അന്ന് വൈകുന്നേരം വരെ അച്ഛൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അന്ന് ഞാൻ പോരാറുമ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച എന്നാ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിലേ എറണാകുളം വരെ ഒന്ന് വരാമോ? എറണാകുളത്ത് പച്ചാളം എന്നൊരു സ്ഥലത്ത്. എന്തിനാ? അവിടെയാണ് ഞങ്ങളുടെ ആശ്രമം. അതിന് തൊട്ടടുത്ത് ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അവിടെ അടുത്ത ആഴ്ച തിങ്കളാഴ്ച തൊട്ടൊരു ധ്യാനമുണ്ട്. ആ ധ്യാനത്തിൽ കൂടുകയും ചെയ്യാം, ഈ സാക്ഷ്യം പറയുകയും ചെയ്യാം. അന്ന് ഈ സാക്ഷ്യം, ഈ അനുഭവങ്ങൾ പറയുന്ന ആളുകളൊക്കെ ചുരുക്കമാണ്, അങ്ങനെ ഇല്ല. അപ്പോൾ ഞാൻ എറണാകുളത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് പോയിട്ടൊന്നുമില്ല. ചമ്പക്കുളത്ത് നിന്ന് ബോട്ട് കയറി ആലപ്പുഴ ഇറങ്ങി ഒരു ബാഗിൽ, അന്നേരം പറഞ്ഞു ഇച്ചിരി ഡ്രസ്സൊക്കെ എടുത്തോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സൊക്കെ ഒരു ബാഗിലെടുത്ത് അങ്ങനെ ഞാൻ എറണാകുളത്ത് പച്ചാളം ആശ്രമത്തിൽ ഞായറാഴ്ച വൈകുന്നേരം എത്തി. അപ്പോൾ ബെല്ലടിച്ചു. അപ്പം ഒരാൾ വന്നു. ഞാൻ പറഞ്ഞു, നായിക്കമ്പറമ്പ് കാണാൻ വന്നതാ. ആര് വന്നു? ഇന്നയാൾ വന്നു പറയാമെന്ന് പറഞ്ഞു. നായിക്കമ്പറമ്പ് വന്നു, എന്നെ ഇരുത്തി വളരെ സ്നേഹത്തോടു കൂടി എന്നോട് വർത്തമാനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നാളെ ധ്യാനം ആരംഭിക്കും, ജെയിംസ് കുട്ടി ആ ധ്യാനത്തിൽ കൂടണം എന്നൊക്കെ പറഞ്ഞു.
അപ്പോൾ ഒരിക്കൽ മാത്രം കണ്ട് പരിചയമുള്ളെങ്കിലും ഭയങ്കര സ്നേഹം, ഒരു ആത്മീയ സന്തോഷം നമുക്ക് അച്ഛനോട് കൂടെ ഇരിക്കുമ്പോൾ കിട്ടുക. അത് കഴിഞ്ഞ് ഇച്ചിരി കഴിഞ്ഞപ്പം ഞാൻ ഒരാളെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞു. അകത്ത് പോയി. ഒരു കൊച്ചച്ഛൻ വന്നു. വണ്ണമെല്ലാം കുറഞ്ഞ് താടിയൊക്കെയുള്ളൊരു കൊച്ചച്ഛൻ. അതാണ് പനക്കലച്ചൻ. ഇവർ രണ്ടുപേരും എൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നു. പനക്കലച്ചനും അവിടുത്തെ മെമ്പറാണ്. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അന്ന് വലിയ ഫേമസ് ഒന്നും ആയിട്ടില്ല, തുടക്കകാലം, അവരുടെയൊക്കെ തുടക്കക്കാലമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ധ്യാനം കൂടാനുള്ള തീഷ്ണത കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആദ്യത്തെ ദിവസം തന്നെ എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു. സാക്ഷ്യം പറയുമ്പോൾ വയറ്റിലൊരു തീയ. ഈ മനുഷ്യരുടെ മുന്നിൽ കയറി നിൽക്കണം. അന്ന് 100 പേര് 150 പേര് കൂടുതൽ ഇല്ല ധ്യാനത്തിന്. അപ്പോൾ ഏതായാലും കൊള്ളാം, എൻ്റെ സാക്ഷ്യം ഉണ്ട്. അന്ന് 15 മിനിറ്റെങ്കിൽ ഇന്ന് 20 മിനിറ്റ് പറയാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് ഈ വചനമൊക്കെ എഴുതിയെടുക്കും. രണ്ടുപേരുടെയും പ്രസംഗം. ഈ രണ്ടുപേരുടെയും പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കങ്ങ് കത്തിജ്വലിക്കുകയാണ്. ഇവരെ കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് ഭയങ്കര ആവേശമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് പനക്കലച്ചൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നാളെ ഇച്ചിരി വചനം പറയണമെന്ന് പറഞ്ഞു. പറഞ്ഞ് വീട്ടിൽ പോവുക, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. ഉടനെ നായ്ക്കുമുറച്ചും വന്നിട്ട് അതിനെ പേടിക്കുന്നത്, വചനം പറയുന്നതുകൊണ്ട് എന്നാ കുഴപ്പം? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ എങ്ങനെ വചനം പറയുന്നത്? അപ്പോൾ പറഞ്ഞ് പനക്കലച്ചൻ പറഞ്ഞേ, ആദ്യത്തെ ധ്യാനം കൂടിയപ്പം എഴുതിയെടുത്ത വചനമൊക്കെ ഇല്ലേ, അത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ് അന്ന് വചനമൊന്നും എഴുതിയെടുത്തില്ല. കാരണം ആദ്യത്തെ 3-4 ദിവസം ഉഴപ്പുമായിരുന്നു. അവസാനം വന്നപ്പോഴാണ് ഇങ്ങനെ കിട്ടിയേ. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് കണ്ടമാനം നിർബന്ധിച്ച് വചനമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ എന്നോട് അവർ പറയാൻ പോകുന്ന വചനം പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ധ്യാനിച്ചോളാം, അച്ഛനങ്ങ് പറഞ്ഞാൽ പോരെ. പിന്നെ പനക്കലച്ചൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ സുവിശേഷം പറഞ്ഞാൽ ഞങ്ങളുടെ ജോലിയാണ്. ഒരൽമേൻ ഇത് പറയുമ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. അൽമേൻ പറയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. ജീവിതത്തിൽ നിന്നുകൊണ്ട് പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവനിത് പറയണമെങ്കിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടല്ലോ. അപ്പം അതവർക്ക് മാനസാന്തരത്തിന് കാരണമാകും. എത്ര പ്രസംഗിച്ചാലും നിങ്ങളെപ്പോലെ ഒരാൾ പറയുന്നത് ഒത്തിരി പ്രയോജനം ചെയ്യും. അത് ദൈവം നാർത്തിക്കോളും. പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് എങ്ങാണ്ട് പറയാൻ പറഞ്ഞു. അത് ഒരു 10-15 മിനിറ്റ് അന്ന് പ്രസംഗിച്ചു. ഒരു ആദ്യത്തെ പ്രസംഗം അത് ക്ലിക്ക് ചെയ്തു. പച്ചാളത്ത് പള്ളിയിൽ ഡോൺ ബോസ്കോ, അതാണ് ആദ്യത്തെ ഒരു വചനപ്രഘോഷണം അവിടെ. അത് കഴിഞ്ഞ് തിരിച്ച് ഇനി എന്നെ വിളിക്കരുതേ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ പറഞ്ഞ് രാവിലെ കയറി ഒരു സ്തുതിപ്പ് നടത്ത്. അപ്പം എന്നെക്കാ നന്നായിട്ട് സ്തുതിക്കാൻ അറിയാവുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ വലിയ വലിയ ആളുകളാണ്. എന്നിട്ടും സത്യം പറഞ്ഞാൽ ഇവർ 2 പ്രവാചകന്മാർ, അവരിലൂടെയാണ് എന്നൊരു സുവിശേഷകനായി തീരാൻ ഇടവന്നത്. പിന്നെ ഏതായാലും അതിനുശേഷം പനക്കലച്ചൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ അവരുടെ പോപ്പുലർ മിഷൻ ധ്യാനമാണ്. അതിന് ഇവരെല്ലാം കൺവെൻഷനും കാര്യങ്ങളും. ഈ കാലഘട്ടങ്ങളിൽ മാത്യു സാറ്, പിന്നെ മരിച്ചുപോയ നമ്മുടെ സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛൻ, പിന്നെ പാലായിലുള്ള ഒരു മൂഴയെ ബേവിച്ചായ നീളം കുറഞ്ഞ്. അപ്പം ഞങ്ങളെല്ലാവരുടെ കൂടി പല സ്ഥലത്തും ഇങ്ങനെ ധ്യാനത്തിനും പരിപാടിക്കുമൊക്കെ പോകും. ഇതിനിടയ്ക്ക് എൻ്റെ ഈ സാക്ഷ്യവും കാര്യങ്ങളും അന്നിങ്ങനെ ആളുകളില്ലല്ലോ. ആലപ്പുഴ IMS ഒരു വിനയാനന്ദം എന്നും പറഞ്ഞൊരു അച്ഛനുണ്ടായിരുന്നു. അന്ന് IMS ഒരു സെമിനാരി, പെറ്റ് സെമിനാരിയായി, ധ്യാനകേന്ദ്രമായിട്ടില്ല. അച്ഛൻ എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി എൻ്റെ അനുഭവമൊക്കെ ഇട്ട് അച്ഛൻ ധ്യാനങ്ങൾ എടുത്തിട്ട് എന്നോട് ധ്യാനിപ്പിക്കുക, ധ്യാനത്തിന് ക്ലാസ് എടുക്കാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കൈതവന പള്ളിയിൽ അച്ഛനും ഞാനും കൂടെ ഒരു ധ്യാനം നടന്നു. അപ്പം വചനമൊക്കെ പറയാൻ തുടങ്ങി. അപ്പം തുടക്കം മുതൽ തന്നെ വാസ്തവത്തിൽ വീട്ടിലിരിക്കാൻ സമയമില്ലാതെ. അതിപ്പോൾ അന്ന് ഇത്രയും ആളുകളൊന്നും പ്രസംഗിക്കാനില്ലല്ലോ. അങ്ങനെ തന്നെയായി. അങ്ങനെ കൈതവന പള്ളിയിൽ ധ്യാനം നടത്തുന്ന കൂട്ടത്തിൽ ഇന്ന് കേരളത്തിലെ, ലോകത്തിലെ അറിയപ്പെടുന്ന വലിയൊരു സുവിശേഷകനും പ്രവാചകനെന്ന് തന്നെ പറയാം, ഇടുക്കി തങ്കച്ചൻ ആ ധ്യാനത്തിൽ പങ്കെടുക്കും. കൈതവന പള്ളിയിൽ വെച്ച് അങ്ങ് നടത്തിയ ധ്യാനത്തിലാണ് നമ്മുടെ ഇടുക്കി തങ്കച്ചായൻ, നമ്മുടെ ഈ
തീപിടിച്ചവർ ശുശ്രൂഷയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നിരുന്ന് സംസാരിച്ചപ്പോൾ ജെയിംസ് ഊട്ടി ചമ്പക്കുളത്തിൻ്റെ ധ്യാനത്തിൽ ഞാൻ ആദ്യമായി പങ്കെടുത്തിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അതെ 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 അതെ. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ തങ്കച്ചൻ്റെ പ്രാർത്ഥനയാണ്. അത് ഉഴപ്പനൊന്നും ആയിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. ആ ധ്യാനത്തിന് വന്ന് ഈ പൊന്ന് തങ്കമാകുന്ന പോലെയാണ് തീഷ്ണമായിട്ട് ഇൻ്റർവെൽ സമയത്തൊക്കെ. അതിപ്പോൾ ഞാൻ ധ്യാനം നടത്തിയെന്നല്ല, വിനയാനന്ദൻ്റെ ധ്യാനത്തിൽ ഞാൻ കൂടെയുണ്ട്. ഞാനും അച്ഛനും കൂടെയാണ് ധ്യാനം. വിനയാനന്ദൻ നല്ല പാട്ടുകാരനൊക്കെയാണ്. അപ്പോൾ ഏതായാലും ആ ധ്യാനം തീർന്നു കഴിഞ്ഞപ്പം തങ്കച്ചനങ്ങ് വേറൊരു ലോകത്തിലാണ്. എൻ്റെ അടുത്ത് വന്ന് കൈ കൂപ്പി പിടിച്ചിട്ട്, ബ്രദറെ, ഞാൻ ഇടുക്കിയിലെ വാഴത്തോപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ലത്തീംപള്ളിയുടെ ഒരു തീപ്പെട്ടി കമ്പനിയുണ്ട്, അവിടെയാണ് ജോലി ചെയ്യുന്നത്. ബ്രദർ അവിടെ ഒന്ന് വരണം. ഞാൻ വെച്ചാൽ എന്തിനാ? അവിടെ കുറച്ച് പെൺകുട്ടികളാണ് അവിടെ ജോലി ചെയ്യുന്നത്, അവരെ ധ്യാനിപ്പിക്കണം. അപ്പോൾ പുള്ളിക്ക് അപ്പം തന്നെ ഒരു വലിയ ആവേശം ഉണ്ടായി. എന്തായാലും തങ്കച്ചാനെ പോലെയുള്ള വളരെ പ്രസിദ്ധനായ ഒരു സുവിശേഷകനെ വാർത്തെടുക്കാൻ കർത്താവ് ഉപയോഗിച്ച വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ചമ്പക്കുളം ബ്രദർ, അല്ലേ? എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളൊരു നിമിത്തമായി. എങ്കിലും തുടക്കത്തിൽ അത് കഴിഞ്ഞിട്ട് തങ്കച്ചൻ വളർന്നു വന്നത് അദ്ദേഹത്തിന്റെ തീഷ്ണതയും അദ്ദേഹത്തിന്റെ ത്യാഗവും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഒക്കെയാണ് തങ്കച്ചനെ വളർത്തിക്കൊണ്ട് വന്നത്. പിന്നീട് ബ്രദർ മറ്റ് ഇടവകളിൽ എന്നു മുതലാണ് നമുക്ക് ഡിവൈനിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്? ഡിവൈനിൽ തുടങ്ങിയത് നമ്മൾ ഒരു 3-4-5 വർഷത്തോളവും ഈ ഇടുക്കി തന്നെ ശുശ്രൂഷ ചെയ്തിരുന്നു. അതിന് ശേഷമാണ് ഇടുക്കി ശുശ്രൂഷ ചെയ്യാൻ കാരണം തങ്കച്ചൻ അവിടെ ധ്യാനങ്ങൾ സംഘടിപ്പിച്ചു. ധ്യാനങ്ങൾ അവിടെ വന്ന് വാഴത്തോപ്പി വരണമെന്ന് പറഞ്ഞു. അന്ന് വാഴത്തോപ്പ് തെളിഞ്ഞിട്ട് വന്നതിൽ ആനയൊക്കെയുള്ള സമയമാണ്. അവിടെ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ തീപ്പെട്ടി കമ്പനിയിൽ അദ്ദേഹം സൂപ്പർ മാനേജർ പോലെയാണ്. അവിടെ ഒരു 10-25 പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇവരുടെ കൂടെ തന്നെ അയലോകത്തുള്ള ആളുകളെ എല്ലാം വിളിച്ച് സംഘടിപ്പിച്ച് ഒരു 10-60 പേരെ പുള്ളി സംഘടിപ്പിച്ചു. അപ്പം അവിടുത്തെ തന്നെ അച്ഛൻ ധ്യാനത്തിന് കുർബാനയും മറ്റു കാര്യം, അന്ന് ഇതുപോലെ ഒരുപാട് അച്ഛന്മാർ ശുശ്രൂഷയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ധ്യാനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ മറ്റു അച്ഛന്മാരെ കുർബാന, ആരാധന, മറ്റു കാര്യങ്ങളെല്ലാം അവർ സഹായിക്കും. അപ്പോൾ അങ്ങനെ ധ്യാനം നടന്നു. ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഇന്നും മറക്കാൻ പറ്റാത്തൊരു ധ്യാനമാണ്. എന്തായിരുന്നു ആ ധ്യാനത്തിൻ്റെ പ്രത്യേകത? ആ ധ്യാനത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളെ തീക്കൂട്ടമില്ലേ, 14 പെൺകുട്ടികൾ കോൺവെൻറ്റിൽ ചേർന്നു. അതിൽ ഒരു കുട്ടി സിസ്റ്ററായ ശേഷം ക്യാൻസർ വന്നൊരു ഡിവൈനിൽ ധ്യാനിക്കാൻ വന്നു. അവിടെ ഒരു ജോണിയേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ മോളാണ്. ആ കൊച്ചു മരിച്ചുപോയി. ബാക്കി എല്ലാവരും സിസ്റ്റേഴ്സാണ്. അപ്പം അതെനിക്കൊരു വലിയ സന്തോഷമാണ്. പക്ഷേ അതിന് കാരണക്കാരൻ തങ്കച്ചൻ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇന്നാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ആധുനിക സൗകര്യങ്ങളുണ്ട്. ഇന്ന് മൊബൈൽ ഫോണിൻ്റെ സൗകര്യം, വാഹനങ്ങളുടെ സൗകര്യം, എല്ലാ വിധത്തിലും. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നല്ലോ. അന്ന് ഈ പറഞ്ഞ നമുക്ക് ഒരു വിവരം അറിയിക്കണമെങ്കിൽ തന്നെ ഒരു കത്ത് വന്നിട്ട് അതിനും മറുപടി വരണം. അപ്പം അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നതല്ല. ആദ്യകാലഘട്ടങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി നിന്നപ്പോൾ ഉണ്ടായ ആ കഷ്ടപ്പാടുകളൊക്കെ. അതെ, ഒത്തിരി കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നു. ബൈബിളിൽ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടി സുവിശേഷത്തിന് വേണ്ടിയും അപമാനങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഏതായാലും അന്ന് ഇപ്പം ഇന്ന് മൊബൈലില്ല, സൗകര്യങ്ങളില്ല, വല്ലപ്പോഴും ഒരു ബസ്സുകളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ധ്യാനം സംഘടിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, ഈ തങ്കച്ചനെ എവിടെയെങ്കിലും പോയി സംഘടിപ്പിച്ചിട്ട് എനിക്ക് എഴുത്തയക്കും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ധ്യാനം എവിടെയെങ്കിലും നടത്തുമ്പം കുമ്പസാരിപ്പിക്കാൻ അടുത്ത ഇടവകളിൽ നിന്നുള്ള ചെറുപ്പക്കാരച്ചന്മാരാണ് അവിടെ ഉള്ളവർ വന്നു കഴിഞ്ഞിട്ട് അവർ പറയും, അടുത്ത 3 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു ധ്യാനം നടത്തി തരണം. അത് നമ്മുടെ ഡയറിയിൽ എഴുതും. എന്നിട്ട് നമ്മുടെ അഡ്രസ്സ് അവർക്ക് കൊടുക്കും, അച്ഛൻ്റെ അഡ്രസ്സ് നമ്മൾ മേടിക്കും. അങ്ങനെ സംഘടിപ്പിച്ച് ഇപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ധ്യാനം നടത്തി കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പിന്നെ വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞു, ശനിയാഴ്ച നമ്മുടെ ഡ്രസ്സൊക്കെ അലക്കി. അന്ന് കറണ്ടൊന്നുമില്ല, എവിടെങ്ങും കറണ്ട് ഒന്നുമില്ല. പിന്നെ രാത്രിയിലൊക്കെ ഈ പെട്രോക്സൊക്കെ കത്തിച്ചിട്ടാണ് നമ്മളിരിക്കുന്നത്.
നല്ല തണുപ്പും. ഇന്നത്തെ പോലുള്ള ശബ്ദ സംവിധാനങ്ങളൊന്നും അന്നില്ല. ഒന്നും മൈക്കൊന്നും ഇല്ല, വലിയ മ്യൂസിക് സിസ്റ്റങ്ങളൊന്നും ഇല്ല. അവിടെ പണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഈ ചില പള്ളിയിലൊക്കെ പെരുന്നാൾ വരുമ്പോഴത്തേക്ക് ചില പറയും ഇന്ന് ഇഞ്ചം വെച്ച കുർബാനയായിരുന്നു പറയും, എന്നാൽ ജനറേറ്റർ കൊണ്ടുവരും. അതായത് എന്നിട്ട് അതിനകത്തൂടെ മൈക്കിലൂടെയാണ് ഈ ആളുകൾ കേൾക്കുന്നത്. മൈക്കിലൂടെ സ്വരം കേൾക്കുന്നതിന് വലിയ അത്ഭുതം അവിടെ. ബ്രദറെ, ഇതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് ഈ പറഞ്ഞ പോലെ ഇഞ്ചം വെക്കാത്ത കുർബാനകളിൽ പങ്കെടുത്തവരും അങ്ങനെയുള്ള വലിയ ബഹളങ്ങളൊന്നുമില്ലാത്ത ധ്യാനങ്ങളിലൊക്കെ പങ്കെടുക്കും, ഒരുപാട് മാനസാന്തരങ്ങൾ. അന്നത്തെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 പേര് ധ്യാനത്തിൽ പങ്കെടുത്താൽ അതിൽ 100 പേരും. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്നതാണ്, അപ്പോൾ ഇന്ന് ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. ഇന്ന് ഇഞ്ചം വെച്ച കുർബാനയുണ്ട്, ഇന്ന് നമുക്ക് ഒത്തിരി സംവിധാനങ്ങളുണ്ട്, പക്ഷേ മാനസാന്തരങ്ങൾ വളരെ കുറയുന്നു. അതെ, എന്താണെന്ന് അറിയുന്നില്ല. ഇന്ന് സൗകര്യങ്ങൾ കൂടിയപ്പോഴത്തേക്ക് ദൈവാശ്രയം കുറഞ്ഞു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ധ്യാനം നടത്തുവാണെങ്കിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും, ഈ കുഴപ്പമുണ്ടാകരുത്, ഒത്തിരി പേര് മാനസാന്തരപ്പെടണം, രാവും പകലും ഇരുന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കും. ആ ധ്യാനം ഭയങ്കര വിജയമായി കഴിയുമ്പം പിന്നീട് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ആ ധ്യാനത്തിൻ്റെ വിജയത്തിൽ ആശ്രയിക്കും, ദൈവാശ്രയം കുറയും. ഇതൊക്കെയാണ് നമുക്ക് പറ്റുന്ന കുഴപ്പം. അത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. ബ്രദറെ, ഈ പിന്നീട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നല്ലോ, എത്ര വർഷം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ വിവാഹത്തിലേക്ക്? അതെല്ലാം കഴിഞ്ഞൊരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഈ വിവാഹാലോചനയൊക്കെ വന്നപ്പോൾ അങ്ങ് വളരെ സുന്ദരനാണെന്നുള്ളൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. പക്ഷേ വിശേഷ വേലക്കാരന് പെണ്ണ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലായിരുന്നു ഒരു അല്ല. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നതിന് വേറെ പണിയില്ലാത്തതുകൊണ്ട് നടക്കുന്നവനാണ് എന്നൊരു തോന്നൽ ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. എന്നാലും സുവിശേഷകനാണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ പെണ്ണ് തരാൻ തയ്യാറായ ഒരു കുടുംബമുണ്ട്. എൻ്റെ കൂടെ ജീവിക്കാൻ ആ പെൺകുട്ടി തയ്യാറായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി തയ്യാറാകാനുള്ള കാരണം എന്തായിരുന്നു? ഇന്നാണ് പിന്നെയും ശുശ്രൂഷകരെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ടി വിയിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ. പക്ഷെ അന്നിങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഒരു വനപ്രഘോഷമായിട്ട് നടക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ ഉള്ള കാരണം എന്തായിരുന്നായിരിക്കാം? അതൊരു ദൈവ നിശ്ചയമാണ്, ദൈവനിമിത്തമാണ്. നിശ്ചയമായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ല, അതിനേക്കാൾ ഉപരി ബിനോയി, ഞാൻ സുവിശേഷകനാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഭാര്യ ഡോളി എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് തടസ്സമാകരുത്, അന്ത്യം വരെ സുവിശേഷം പ്രസംഗിച്ച് മരിക്കുന്ന ഒരാളെയാണ്. ഒരുപോലെ ഭാര്യയുടെ ഒരു കട്ട സപ്പോർട്ട് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കട്ട സപ്പോർട്ട് തന്നെയുണ്ട്. എത്ര മക്കളുണ്ട്? 3 മക്കളാണ്. അവരൊക്കെ ഇതിനോട് താല്പര്യമുള്ളവരാണ്? അയ്യോ, തീർച്ചയായിട്ടും. മൂത്ത മകൻ സബാൻ, അവൻ്റെ ഭാര്യ അഞ്ജു, അവനൊരു കുഞ്ഞു കൊച്ചുണ്ട്, ഒരു വയസ്സ്, അടുത്ത മാർച്ചിൽ 1 വയസ്സ് തികയുക, പാട്രിക്ക്. അപ്പം ഇവർ 3 പേരും അയർലൻഡിലാണ്. അപ്പോൾ സെബാനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരപ്പനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനിക്കുന്നത് മക്കളെക്കുറിച്ചാണ്. അവനെ എല്ലാ ദിവസവും പ്രാർത്ഥനയോ പിന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, 1 മാസത്തിനപ്പുറം നീണ്ടുപോകത്തിൽ കുമ്പസാരിക്കാൻ. അപ്പം പലരും എന്നോട് പറയും, വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, അയൽവക്കത്തുള്ള ചില ആളുകളൊക്കെ പറയും, വൈകുന്നേരമായ പിള്ളേരൊക്കെ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് ഫോൺ ചെയ്ത് പിടിക്കണം. കൃത്യം വൈകുന്നേരം വീട്ടിലെ പ്രാർത്ഥനയ്ക്കും ഒക്കെയുണ്ട്. നല്ല തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന. മറ്റു 2 മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ മകൻ തോമസ്, അവനെ ഇപ്പം അമേരിക്കയിലാണ്. അവനെ എൻജിനീയറിങ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് എടുത്തു. അവനെ ഈ 14-ാം തീയതി അവൻ്റെ വിവാഹമായിരുന്നു. അപ്പം ബെനീഷ എന്നാണ്, അങ്കമാലിയിലാണ് കുട്ടിയുടെ വീട്. ഇനി ഒരു കുട്ടിയും കൊണ്ടുണ്ടല്ലേ, മറിയ. അവള് ഇപ്പം MSc കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് പഠിത്തം മറ്റു കാര്യങ്ങളോ എന്താണെന്നുള്ളത് ഞങ്ങൾ. ബ്രദർ, ഈ സുവിശേഷ പ്രഘോഷണ മേഖല തിരഞ്ഞെടുത്തപ്പോൾ ദൈവം കുടുംബത്തെ ഒത്തിരി മാനിച്ചു എന്ന് മനസ്സിലാക്കി? തീർച്ചയായിട്ടും. പനക്കിലച്ചൻ ഒരിക്കലും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് പ്രതിഫലം ദൈവമാണ് തരുന്നത്. അപ്പോൾ സുവിശേഷത്തിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ദൈവം തരിക എന്നുള്ളതാണ്. അപ്പോൾ അത് മക്കളിലൂടെ ആയിരിക്കാം. അപ്പോൾ ഏതായാലും കൊള്ളാം, ഈ 3 മക്കളും
ഈ പഠിച്ചു അവർ നല്ല ജോലിയും കാര്യങ്ങളും എന്നതിനേക്കാളുപരി ഞാൻ സന്തോഷിക്കുന്ന, ഞാനും എൻ്റെ ഭാര്യ സന്തോഷിക്കുന്നത്, അവരുടെ അപ്പനെ ഒരു പേരുദോഷവും വരുത്തിയിട്ടില്ല. ഒരു സുവിശേഷകൻ്റെ മക്കൾ, അവരെ മദ്യപിക്കില്ല, നല്ല സ്വഭാവമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, പിന്നെ എൻ്റെ ശുശ്രൂഷയെ അവർ ഒത്തിരി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം അത് നമുക്കല്ല, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ മക്കൾ തോന്നിവാസമാണെങ്കിൽ നമ്മുടെ സുവിശേഷത്തിൻ്റെ ശക്തി പോയില്ലേ. എനിക്കങ്ങനെ മറ്റൊരാളോട്, മറ്റൊരു പയ്യനോട്, എടാ നീ അങ്ങനെ ജീവിക്കരുത്, ഇങ്ങനെ ജീവിക്കരുത്, ഇങ്ങനെയുടെ മോൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ തീർന്നില്ലേ. അതിനൊരിക്കലും എൻ്റെ മക്കളെ ഇടവരുത്തിയിട്ടില്ല. അത് ദൈവം ഞങ്ങളോട് കാണിച്ച കരുണയാണ്. ബ്രദർ, എത്ര രാജ്യങ്ങളിൽ, ഇപ്പോൾ അനേക രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിച്ചെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് പോയത്? അച്ഛന്മാരുടെയൊക്കെ കൂടുതലാണോ അതോ? ഇപ്പോൾ എല്ലാവരും എല്ലാ രാജ്യത്തുമൊക്കെ പോകുന്നുണ്ട്, ഒത്തിരി പേര് പോകുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് പോകുന്നത് എൻ്റെ മൂത്ത മകൻ ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 30 വർഷം മുമ്പാണ്. എവിടെയായിരുന്നു ആദ്യമായിട്ട് ഞാൻ പോയത്? യൂറോപ്പിലേക്കാണ്. അപ്പോൾ ജർമ്മനിയിലേക്കാണ് പോകുന്നത്. അതിപ്പം നായിക്കമ്പറമ്പച്ചനെ അവിടെ ധ്യാനത്തിന് പോകുമ്പോൾ അച്ഛനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അച്ഛനെ ഒരു മെസ്സേജ് കിട്ടി. അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ മൂത്ത മോനന്ന് 10 മാസം പ്രായമുണ്ട്. അപ്പം ജെയിംസ് കുട്ടിയാണ് ഇത്തവണ വിദേശത്തേക്ക് വരുന്നത് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പ്ലെയിനേ കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ അത് തനി കുട്ടനാടുകാരൻ തന്നെയല്ല, പ്ലെയിൻ കണ്ടിട്ടില്ല. മോളിൽ കൂടെ പോകുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, മോളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. പ്ലെയിൻ കാണാൻ വേണ്ടി ഞങ്ങളെ സ്കൂളിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ നെടുമ്പാശ്ശേരി ഒന്നും ഇല്ലെന്ന്. മോളിൽ കൂടെ പോകുന്നതാണെങ്കിലും കുട്ടനാട്ടിൽ കൂടെ പോകത്തില്ല. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പ്ലെയിൻ കാണാൻ വേണ്ടി ഞങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയാണെന്നറിയോ? നേവൽ ബേസിൻ്റെ ഒരു അങ്ങനെ വിമാനം കണ്ടിട്ടേ ഉള്ളൂ. അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. ദൂരെ നിന്ന സാധനം ഒരു മുള്ളുവേലിയുടെ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അവിടെ നിന്നാണ് പ്ലെയിന്. അവിടുന്ന് ഒരു പ്ലെയിനെ കയറി ഞാനും നായിക്കമ്പറമ്പച്ചനും സിസ്റ്റർ തെരേസ്, ഞങ്ങൾ 3 പേരും കൂടെ ഡൽഹി ചെന്ന്, ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ നേരെ ജർമ്മനിക്ക് പോവാം. അങ്ങനെ ജർമ്മനി ചെന്നു. ആ പ്രാവശ്യം ധ്യാനം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജർമ്മൻകാർക്ക് വേണ്ടിയാണ്. എനിക്ക് ജർമ്മൻ ഭാഷ വല്ലതും അറിയാവും, പക്ഷേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അച്ഛനെ ആളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ധ്യാനത്തിൽ കുറേ സ്ഥലങ്ങളിൽ അന്ന് പോയി. അന്ന് അച്ഛൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് നമ്മുടെ കണ്ണ് കണ്ടിട്ടില്ല, മനുഷ്യ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല. ഇവിടെ ഇത്രയും നാളും സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ച് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി ധ്യാനത്തിന് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ചിലർന്ന് അപമാനവും പീഡകളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സുവിശേഷത്തിന് ഭാഗമാണ്. അതൊന്നും നമുക്ക് തിരിഞ്ഞു നോക്കുമ്പം അതിന് പരാതിയൊന്നും ഇല്ല, സന്തോഷമേ ഉള്ളൂ. അപ്പം അതിന് ദൈവം തന്ന സമ്മാനമാണ് ഇത് കണ്ടോളാൻ പറഞ്ഞു. ഈ നമ്മുടെ ഡിവൈനിൽ ഒരിക്കലെങ്കിലും ധ്യാനത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളവർ അങ്ങനെ മറക്കാനിടയില്ല. ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങയുടെ ധാരാളം അനുഭവങ്ങൾ കേൾക്കാൻ വളരെ താല്പര്യമുള്ളവരാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി ജീവിതാനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാം. അതുവരെ നമുക്ക് നന്ദി, നമസ്കാരം.